വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്പെഷ്യലായിട്ട് ടീനേജേഴ്സിന് വേണ്ടിയുള്ള കുറച്ച് സ്കിൻ കെയർ ടിപ്സാണ് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ പുതുതായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫേഷ്യൽ ക്ലെൻസറാണ്. നമ്മൾ ദിവസത്തിൽ 2 തവണയെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മൾ രാവിലെ ഉപയോഗിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഫുള്ള് നമ്മുടെ ഫേസിൽ അക്യുമുലേറ്റ് ആകുന്ന ഡേർട്ടും ഓയിലൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടോണർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ പോർസ് ഒക്കെ ഓപ്പൺ ആവും. അതൊക്കെ ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് ടോണർ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെറിയ ഡേർട്ടൊക്കെ ഫേസിലുണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും പ്ലസ് നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസ് ബാലൻസ് ചെയ്യാനും ടോണർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ കൂടുതൽ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ടോണറൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഓൾ സ്കിൻ ടൈപ്പാണ്. നമ്മൾ ഒരാഴ്ചത്തെയോ ഒരു മാസത്തെയോ കാര്യമല്ല പറയുന്നത്, ത്രൂ ഔട്ട് ദി ഇയർ നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ സമ്മർ സീസണിലാണെങ്കിലും മൺസൂൺ സീസണിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ലൈറ്റ് വെയിറ്റ് മാറ്റ് ഫിനിഷ് ആയിട്ടൊക്കെയുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ വിൻ്റർ സീസണിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മോയ്സ്ചറൈസർ കൂടുതലുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ആക്നെയും പിമ്പിളും ഒക്കെ കുറച്ച് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തെന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ആർക്കും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും അതേപോലെ തന്നെ ഗ്ലോയിങ് സ്കിൻ കിട്ടുകയും നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു ബോട്ടിൽ ക്യാരി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു ബോട്ടിലെ വെള്ളം ഫുള്ള് കുടിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിനൊക്കെ വിഷങ്ങളൊക്കെ ഇല്ല അതൊക്കെ പുറന്തള്ളപ്പെടാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കും. നമ്മൾ ഈ ഒരു പ്രായത്തിൽ നല്ലതുപോലെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടുന്നതിനും ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക. അതേപോലെ തന്നെ പ്രോട്ടീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹെൽത്തി സ്കിൻ ആൻഡ് ഹെൽത്തി ഹെയർ. അപ്പോൾ മേക്ക് ഷുവർ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മൾ ധാരാളം കഴിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനും സഹായിക്കും. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ചൂസി വിത്ത് മേക്കപ്പ്. നമ്മൾ ഈ ടീനേജ് പ്രായം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ കുറേ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു ടൈം ആയിരിക്കും. ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ ബി വെരി കെയർഫുൾ വൈ ചൂസിങ് യുവർ മേക്കപ്പ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷൻസിന് പകരം നമ്മൾ BB ക്രീമൊക്കെ യൂസ് ചെയ്യുക. ട്രൈ ടു വെയർ ലൈറ്റ് മേക്കപ്പ്. നമ്മൾ ആ ഒരു ലേയേഴ്സ് ഓഫ് മേക്കപ്പ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ചെയ്യാനായിട്ട് വഴിയൊരുക്കും. അപ്പോൾ ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അലോവേര ജെല്ല്, നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല് വൺസ് ഇൻ എ വീക്കൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. റോസ് വാട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്യാം, അതേപോലെ തന്നെ നാരങ്ങ നീരിൻ്റെ കൂടെ, അപ്പോൾ പല രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് നല്ലതുപോലെ കെയർ ചെയ്യുക, സൂക്ഷിക്കുക, ധാരാളം വെള്ളമൊക്കെ കുടിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.